അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ട് നീ അവന് യേശു എന്ന് പേർ വിളിക്കണം. അവിടെ വ്യക്തമായിട്ട് കാണുന്നു, യേശു കർത്താവ് ലോകത്തിലേക്ക് വന്നത് വെറുമൊരു പ്രവാചകനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ, അല്ലെങ്കിൽ സാധാരണയായിട്ട് മറ്റുള്ളവർക്ക് പറയുന്നത് പോലെ ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ട് മാത്രം വന്ന പ്രവാചകനായിട്ടോ അല്ല, മറിച്ച് എന്താണ് ജനത്തിൻ്റെ പാപങ്ങളെ വിടുവിക്കാനായി ഈ ലോകത്തിലേക്ക് വന്നവനായ കർത്താവ് അല്ലേ. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മളെപ്പോഴും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് ആവശ്യമാണ്. കാരണം നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു, ആ കർത്താവ് എന്ത് ചെയ്തു? ആരെങ്കിലും പിടിച്ച്, ചിലർ പറയുന്നത് പോലെ എല്ലാവരും പിടിച്ച് കൊന്നതല്ല, അല്ലെങ്കിൽ എല്ലാവരും പിടിച്ച് തന്നെ ഇല്ലാതാക്കിയതല്ല. അന്നത്തെ ആ മതപുരോഹിതന്മാരുടെ എതിരായിട്ട് സംസാരിച്ചതുകൊണ്ട് അവിടുത്തെ ഇല്ലാതാക്കിയതല്ല എന്ന് വ്യക്തമായിട്ട് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. കാരണം അവിടുന്ന് വന്നത് എന്തിനാണെന്നും എന്താണ് തൻ്റെ ദൗത്യമെന്നും വ്യക്തമായിട്ട് അറിയാമായിരുന്നു കർത്താവായ യേശുവിന്. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്